കുളത്തൂർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ആണ്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് ഒക്കെ നടത്തുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ അവിടെ കുളത്തൂർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആര്യനാട് ബെയിലിംഗ് ആൻഡ് ഷ്രെഡിംഗ് യൂണിറ്റ് ആണിത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ നമ്മൾ 7500 സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ ഏരിയയും പ്ലസ് അതിനോടൊപ്പം ഒരു 3000 സ്ക്വയർ ഫീറ്റ് അഡീഷണലി ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും കൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏകദേശം 500 രൂപയ്ക്ക് താഴെ മാത്രമേ സ്ക്വയർ ഫീറ്റിന് നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുള്ളൂ. കാരണം നമ്മളത് ആ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിനകത്ത് ഫ്ലോർ വരാനുണ്ട്, ഇവിടെ ഒരു ക്രൈൻ ഏരിയ വരാനുണ്ട്, അടുത്ത ദിവസം ഷീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, റൂഫിംഗ് ഷീറ്റ് നടക്കുന്നുണ്ട്, സൈഡ് ഷീറ്റ് മറയ്ക്കാനുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റാണ് ഏകദേശം നമുക്ക് 500 രൂപയ്ക്ക് അടുത്തായിരിക്കും സ്ക്വയർ ഫീറ്റിന് വരുന്നത്. അപ്പോൾ ഇത് 10000 സ്ക്വയർ ഫീറ്റാണ് ഇവിടുത്തെ വർക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടമുള്ള പഞ്ചായത്തുകളിൽ നിന്ന് നിലവിൽ ഞങ്ങൾക്ക് ആര്യനാട് പഞ്ചായത്തുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്, ഉഴമലക്കൽ പഞ്ചായത്തുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്, വിതുര പഞ്ചായത്തുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്, വള്ളനാട് പഞ്ചായത്തുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്. ഏകദേശം ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ തന്നെ നിലവിൽ 5ഓളം പഞ്ചായത്തുകളുമായിട്ട് നമുക്ക് എഗ്രിമെൻ്റ് ഉണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്, അതായത് ഹരിതകർമ്മ സേന ഓരോ ദിവസവും ഓരോ വീടുകളിൽ പോയിട്ട് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്, അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളിതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് തരാതരം തിരിച്ചിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക്കിനെ ബെയിലിംഗ് മെഷീനിൽ വെച്ച് ബെയിൽ ചെയ്തിട്ട് ആവശ്യക്കാരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് ബിൽഡിംഗ് മേലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ മേലെന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് 500 രൂപ സ്ക്വയർ ഫീറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൊത്തം 10500 സ്ക്വയർ ഫീറ്റുകളായിരിക്കും നമുക്ക് മൊത്തത്തിൽ കൺസ്ട്രക്ഷൻ വർക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത്. ആ 10500 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റ് അത് ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അതിന് ഏകദേശം മന്ത്ലി 1.5 to 1.8% ആ ടോട്ടൽ കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും കുളത്തൂർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും മന്ത്ലി റെൻറ്റ് എന്നുള്ള രീതിയിൽ, ബിൽഡിംഗ് റെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നത്. ആ ബിൽഡിംഗ് റെൻറ്റ് ആ രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മളിതിൻ്റെ നിലവിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് 10500 സ്ക്വയർ ഫീറ്റിന് 500 രൂപ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഫൈനൽ വർക്ക് നടക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത്. അതിന് നിലവിൽ നമ്മൾ റെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 60,000 റുപ്പീസാണ്. 60,000 രൂപയാണ് മന്ത്ലി റെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 1.4%ഓളം വരുമായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതനുസരിച്ച് റെൻറ്റ് മാറുന്നതായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്ത, അതായത് ഹൈസ് ഗ്ലോബൽ ബിസിനസ് ഫൈനാൻസ് വഴി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഓരോ ആൾക്കാർക്കും ടോട്ടൽ റെൻറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 50 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് 60,000 റെൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1.4% അടുത്തായിരിക്കും, 1.2 to 1.4% അടുത്തായിരിക്കും നമുക്ക് മന്ത്ലി ഓരോ ആൾക്കാർക്കും വരുന്നത്. ഇതിൽ നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 1% മിനിമം 1% നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് മന്ത്ലി നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റായിട്ടാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മന്ത്ലി നമ്മൾ നിശ്ചയിക്കുന്ന റെൻറ്റ് അത് ഫിക്സഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫിക്സഡ് ആയിട്ട് നൽകുന്ന രീതിയിലാണ് നമ്മൾ റെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുപോലത്തെ എസ്പെഷ്യലി ഈ ബിൽഡിംഗ് സ്റ്റേജിൽ നടക്കുന്നതാണ് നമ്മൾ 1% കൊടുക്കുന്നത്. നമ്മളത് ആക്ച്വലി ഇത് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം ബിൽഡിംഗ് മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി അത് ഫിക്സഡ്ലി കിട്ടില്ല. കാരണം പ്രോഡക്റ്റിന്മേൽ വരുന്നത് ഒരിക്കലും അൺസ്റ്റേബിളാണ്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിൽപ്പന നടക്കുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ലാഭവിഹിതം ഷെയർ ചെയ്യുന്നത്. പക്ഷേ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മന്ത്ലി ഫിക്സഡ് ആയിട്ട് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് 1% മന്ത്ലി ഫിക്സഡിലായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്.
ഇത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഈ ബിൽഡിങ്ങിലേക്ക് ടോട്ടൽ വന്ന കോസ്റ്റ്, അതിലേക്ക് വന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് നമുക്ക് മന്ത്ലി കിട്ടുന്ന റെൻറ്റ്, ആ റെൻറ്റിന് പ്രൊപ്പോർഷനലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ത്രൂ ആയിരിക്കും. അതെല്ലാം ഗൈഡ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും എല്ലാ മാസവും 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയിൽ ഓഡിറ്റ് ചെയ്യുന്നതും, ആ ഓഡിറ്റ് ചെയ്ത ശേഷം നമ്മുടെ കുളത്തൂർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ദൈനംദിന ഓപ്പറേഷൻസ് പ്രോസസ്സുകളിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും, ആ ഇൻകം ജനറേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ പ്രോഫിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതും, ഇത്തരത്തിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും പൂർണ്ണമായിട്ടും ഹൈസ് ഗ്ലോബൽ ബിസിനസ് ഫൈനാൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഇത് നമ്മൾ ബിൽഡിംഗ് ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ കമ്പികളൊക്കെ മാറുന്നതായിരിക്കും, കാരണം ഇതിൻ്റെ സെൻട്രലിൽ വേറെ തൂണുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 സൈഡും അടുത്ത ദിവസങ്ങളിൽ ഇനി റൂഫിംഗ് കവറുകൾ വരും, അതുപോലെ 4 സൈഡും മറ വരുന്നതായിരിക്കും. ഇത് കൂടാതെ ഇതിൻ്റെ ബാക്കി കൺസ്ട്രക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി നമ്പറിംഗ് പോലത്തെ പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആയിരിക്കും കൺവെയർ യൂണിറ്റ് വരുന്നത്. ഇവിടെ കൺവെയർ യൂണിറ്റ്, കാരണം ഇവിടെ ഏകദേശം ഒരു 3000 മുതൽ 1500 സ്ക്വയർ ഫീറ്റ് വരെ ഇവിടെ പുറത്തേക്ക് ഇറക്കുന്ന രീതിയിൽ ഈ ലൊക്കേഷനൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ട് ഇവിടെ ഒരു 3500 സ്ക്വയർ ഫീറ്റ് ഒരു അഡീഷണൽ ഏരിയ കൺവെയർ ഏരിയയും കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. കൺവെയർ ഏരിയ വന്നു കഴിയുമ്പോഴത്തേക്ക്, അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവരികയും അത് തരാതരം തിരിച്ചിട്ട് ഏകദേശം 15ഓളം തരത്തിലേക്ക് നമുക്കിതിനെ മാറ്റാൻ കഴിയും. ആ 15ഓളം തരത്തിൽ ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്തെടുത്ത ശേഷം ഈ യൂണിറ്റിലേക്ക് നമ്മൾ ആദ്യം അതിനെ റോ മെറ്റീരിയലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം അതിനെ നമ്മൾ ബെയിലി മെഷീനിലേക്ക് കൊണ്ടുവന്ന് ബെയിൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ബെയിലി മെഷീനിൽ ബെയിൽ ചെയ്യുന്ന പ്രോസസ്സ് അത് അഡീഷണൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും ബെയിലി മെഷീനിൽ വെച്ച് ബെയിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 25 ടൺ ലോറിയിൽ നമുക്ക് 25 ടൺ സാധനം കയറ്റാൻ കഴിയും. കാരണം നമുക്ക് ലൂസ് മെറ്റീരിയൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ, വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10 ടൺ ലോറിയിൽ 1-2 ടണ്ണ് മാത്രമേ നമുക്ക് ബെയിൽ ചെയ്യാതെ അല്ലെങ്കിൽ ഷ്രെഡ് ചെയ്യാതെ നമുക്ക് ഇതിനകത്ത് കയറത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ബെയിലിംഗ് മെഷീൻ കൊണ്ട് ബെയിൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ തന്നെ ഇതിനെ കംപ്രസ് ചെയ്ത് 250 കിലോ വരെയുള്ള ബണ്ടിലുകളാക്കിയിട്ട് നമുക്കിത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. ഹൈസ് ഗ്ലോബൽ ബിസിനസ് ഫൈനാൻസ് ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓരോ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് കുളത്തൂർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് മേൽ. ഹൈസ് ഗ്ലോബൽ ബിസിനസ് ഫൈനാൻസ് ത്രൂ ഓരോ ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഹൈസ് ഗ്ലോബൽ ബിസിനസ് ഫൈനാൻസിൻ്റെ എക്സിക്യൂട്ടീവുമായിട്ടോ അല്ലെങ്കിൽ ഹൈസ് ഗ്ലോബൽ ബിസിനസ് ഫൈനാൻസിൻ്റെ ഓഫീസുകളുമായിട്ടോ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.